ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ വൈഗ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആസ് യൂഷ്വൽ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു അടിപൊളി വീഡിയോ ആണ്. ആൻഡ് ഒരുപാട് പേര് ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഞാൻ പോയിട്ട സമയത്തും ഇതിനായിരുന്നു കൂടുതൽ വോട്ട് കിട്ടിയത്. അതായത് ഞാനിത് വേണമെന്ന് ചോദിച്ചപ്പം എല്ലാവരും ഇത് വേണമെന്നാണ് പറഞ്ഞത്. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. യെസ് ഗായ്സ്, വി ആർ സ്റ്റാർട്ടിങ് എ ന്യൂ സീരീസ് കോൾഡ് ബാക്ക് ടു സ്കൂൾ സീരീസ്. അപ്പോൾ നമ്മൾ സ്കൂൾ തുറക്കാൻ പോവല്ലേ, അപ്പോൾ ബാക്ക് ടു സ്കൂൾ സീരിയസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് കണ്ടൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, മൺഡേ തൊട്ടിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പബ്ലിഷ് ചെയ്യണം. ആക്ച്വലി അത് 1 വീക്ക് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് ലാസ്റ്റ് നമ്മളുടെ സ്റ്റഡി വ്ളോഗ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു മൺഡേയിൽ, കഴിഞ്ഞ മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ബട്ട് കുറച്ച് നെറ്റിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയില്ല. ലൈക്ക് എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ അങ്ങനെ ഇടാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ഈ ഒരു മൺഡേ തൊട്ടെല്ലാം പ്രോപ്പറാക്കാം. അപ്പോൾ അതെ, ഞാനിപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ദ ബാക്ക് ടു സ്കൂൾ സീരീസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകും. അതിന് മുന്നേ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഈ ഒരു എപ്പിസോഡ് 1 നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു സ്കൂൾ ഡേ റൊട്ടീൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതായത് സ്കൂൾ ഡേ ഉള്ള ഒരു റൊട്ടീൻ ചാർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെടാച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ടാക്കുക. അപ്പോൾ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. Come on. അപ്പോൾ ഗൈസ്, കുറച്ച് നീണ്ട കാലത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെ ഒരു മണി പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പേര് അതന്നെയാന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ചെടിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ആൻഡ് ഇതാണ് എൻ്റെ കറണ്ട് ഇപ്പോൾ ഡെസ്കിൻ്റെ അവസ്ഥ. ആൻഡ് ഞാനൊരു ക്രോഷേ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രൊജക്റ്റ് എന്ന് വേണേൽ പറയാം. ആക്ച്വലി ഇതല്ല എൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റ്, ബട്ട് ഞാൻ ചെയ്ത എൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റ് വളരെ രീതിക്ക് ഫ്ലോപ്പ് ആയതുകൊണ്ട് ശരിയായിട്ട് വന്നത് ഇതാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആൻഡ് ഇതൊരു മണി ബാഗ്, ഒരു മണി പൗച്ചൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ആൻഡ് ഐ നോ ദാറ്റ് ഇതിന് വലിയ പെർഫെക്ഷൻ ഒന്നുമില്ല, ബട്ട് എന്നെക്കൊണ്ടാവുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ, ഞാൻ വേറൊരു വലിയ പ്രൊജക്റ്റിൻ്റെ പിന്നിലാണുള്ളത്. ഇപ്പോൾ ഇതാണ് എൻ്റെ യാൺസൊക്കെ. കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. നമ്മുടെ ടാബിൾ കുറേ സാധനങ്ങൾ വെച്ച് കുത്തി നിറച്ചുകൊണ്ട് തന്നെ വലിയ വൃത്തിയില്ല. പക്ഷേങ്കിൽ എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സമയം 7:50 ആയിട്ടുണ്ട്. രാത്രിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് നമ്മുടെ മെക്കാനിക് പെൻസിലാണ്. അപ്പോൾ ഇതൊക്കെ ഞാനൊരു ബാക്ക് ടു സ്കൂൾ ഹോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്തിട്ടില്ല, പകരം കുറച്ച് സാധനങ്ങൾ സ്റ്റേഷനറി ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ബാക്ക് ടു സ്കൂൾ ഹോൾ വീഡിയോയിൽ ഈ സംഭവമൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വെയിറ്റ് ചെയ്യുക. ഇത് ലാമ്പാണ്. ഇതെൻ്റെ ഒരു കസിൻ്റെ ലാമ്പാണ്. അവർ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ എടുത്തു. ഇതിൻ്റെ ഉള്ള പേപ്പേഴ്സ് ഉണ്ട്. ഈ പേപ്പേഴ്സ് എന്താണെന്ന് വെച്ചാൽ, എന്താ പറയുക, ഞാൻ ഓരോ സബ്ജക്റ്റിൻ്റെ നെയിം എഴുതിയതാണ്. ലൈക്ക് ജോഗ്രഫി, ഹിസ്റ്ററി, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ, എനിക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് ലൈക്ക് എന്താ പറയുക, ഏത് സ്റ്റാർട്ട് ചെയ്യണം എന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ലോട്ടിൽ നിന്ന് എടുക്കും. എന്നിട്ട് എന്താ പറയുക, ഏത് സബ്ജക്റ്റാണോ കിട്ടുന്നത് ആ സബ്ജക്റ്റ് നമ്മൾ പഠിക്കും. ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതിലൊരു ഫോൺ സ്റ്റാൻഡ് ഉണ്ട്. നമുക്കിതിൽ വെച്ചിട്ട് വീഡിയോ വരെ എടുക്കാൻ പറ്റും. നല്ലൊരു സംഭവമാണ്. ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതിൽ വെച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വേറെ ആൾക്കാലത്തെ സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്, എന്താ റൊട്ടീൻ ചാർട്ട് എന്താ കാണിക്കാത്തതെന്ന്. ഗൈസ് വെയിറ്റ് ചെയ്യും. ലാമ്പ് കത്തൂല ഗൈസ്, ഇതിൽ ബാറ്ററി ഇല്ല. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും, ബട്ട് ബാറ്ററി ഉണ്ടെങ്കിലേ ഇതൊക്കെ വർക്ക് ചെയ്യും. വേറൊരു കാര്യമുണ്ട്, ഇത് നമ്മൾ ഇങ്ങനെ ചാർജ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈറ്റ് കത്തും. ലൈക്ക് ബാക്കിലൊരു ഓൺ സ്വിച്ച് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്തുകൊണ്ട് നിൽക്കുക വെച്ചാൽ ലൈറ്റ് മനസ്സിലായി വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ചാർജ് ഇങ്ങനെ കുത്തിയിട്ടുകൊണ്ട് ഇങ്ങനെ തന്നെ വെക്കുക വെച്ചാൽ ആ സമയത്ത് ഇങ്ങനെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഇതിൽ 3 മോഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ നോർമൽ ഒരു ലൈറ്റാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് വൺ. പിന്നെ ഒരു വാം ലൈറ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു വാം ലൈറ്റാണ്. ഫസ്റ്റ് നല്ല വാം ലൈറ്റായിട്ടും പിന്നെ ഒരു നോർമൽ ലൈറ്റായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. തേർഡ് ഒരു വാം ലൈറ്റ് പ്ലസ് നോർമൽ ലൈറ്റിൻ്റെ ഒരു മോഡാണ്. ബട്ട് വീഡിയോയിൽ എല്ലാം ഒരേതുപോലെയാണ് കാണുന്നത് എന്നുള്ളൂ. ഇത് അത്യാവശ്യം നല്ല ലൈറ്റാണ്. കാരണം നമ്മൾ എന്താ പറയുക, ഇങ്ങനെ വീഡിയോ എടുക്കാനാണെങ്കിലും ഭയങ്കര യൂസ്ഫുള്ളൊക്കെ ആയിരിക്കും. വാം ലൈറ്റൊക്കെ സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വാം ലൈറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലൈറ്റ് മോഡ്സ്. അപ്പോൾ നമുക്കിനി കാര്യമായ കാര്യത്തിലോട്ടേക്ക് കടന്നാൽ, നിങ്ങൾക്ക് ഇതിൽ ഏത് ലൈറ്റ് മോഡാണ് ഇഷ്ടപ്പെട്ടേച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മളിവിടെ സ്കൂൾ ഡേ റൊട്ടീൻ ചാർട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ബുക്കും പേനോ പേപ്പറും
ഒക്കെ എടുത്തിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ കൂടെ ഇത് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. അതേപോലെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇത് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഈ ഒരു ബുക്കാണ് എടുക്കുന്നത്. ഇതെൻ്റെ ഒരു സ്റ്റഡി പ്ലാനറൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇതിലാണ് ഞാനൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പേ തന്നെ ഞാൻ കുറേ റൊട്ടീൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒന്നും വർക്കൗട്ട് ആവാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇക്കൊല്ലം നമുക്ക് എന്തായാലും ഈ റൊട്ടീൻസൊക്കെ വർക്ക് ചെയ്യണം. അപ്പം ഞാനിപ്പോൾ പറയുന്നത് ട്യൂഷൻ ഇല്ലാത്തവർക്കുള്ള ഒരു റൊട്ടീൻ ചാർട്ടാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ട്യൂഷൻ ഉള്ളവർ എന്ത് ചെയ്യുമെന്ന്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്യൂഷൻ്റെ ടൈമും കൂടെ ഇതിൽ ആഡ് ചെയ്ത് ഈ ഒരു റൊട്ടീൻ ചാർട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ പറയാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. എല്ലാവരുടെയും സാഹചര്യം ഇതൊക്കെ ഒന്നാവണമെന്നില്ലല്ലോ. അപ്പോൾ സ്കൂൾ ടൈം തന്നെ വേറെ വേറെ ആയിരിക്കും ചില സമയത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടൈമിനനുസരിച്ച് ഇത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. ഞാനിത് ചെയ്യുന്നത് നിങ്ങൾ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യണം, ഇതന്നെ ചെയ്യണം എന്നുള്ള രീതിക്കല്ല, മറിച്ച് ഇതൊരു മാതൃകയായി കണ്ടിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ മാറ്റി മോഡിഫൈ ചെയ്ത് നിങ്ങൾക്ക് എന്താ പറയുക വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ വേക്കപ്പ് ടൈം കൊടുക്കുന്നത് 5 മണിയാണ്. അങ്ങനെ എണീച്ചൊക്കെ വന്നതിന് ശേഷം 5 മണി തൊട്ട് ഒരു 5:20 വരെ നമ്മൾ ഫേസ് വാഷ് ചെയ്യാനും ബ്രഷ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ഹെയറൊക്കെ ഒന്ന് കോംബ് ചെയ്ത് ലൈറ്റ് സ്ട്രെച്ചിങ് ഒക്കെ നടത്തി പിന്നെ അതേപോലെ തന്നെ വാട്ടറൊക്കെ കുടിച്ചിട്ട് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ഡേ. നിങ്ങളുടെ മോർണിംഗ് എങ്ങനെയുണ്ടോ അതിൻ്റെ ഡിപ്പെൻസ് ആയിട്ടുണ്ടാവും നിങ്ങളുടെ ഡേ ഫുൾ. അതായത് നിങ്ങളുടെ മോർണിംഗ് നല്ല പ്രൊഡക്റ്റീവ്, നല്ല റിലാക്സ് ചെയ്തിട്ട് അടിപൊളിയായിട്ടാണ് പോകുന്നത് വെച്ചാൽ നിങ്ങളുടെ ഡേ മൊത്തം ആ ഒരു മൈൻഡൊക്കെ റിഫ്രഷ് ആയിട്ട് റിലാക്സ് ആയിട്ട് തന്നെ പോകും. മറിച്ചൊരു റഷ് ഫീലിംഗ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ബോറായിട്ടുള്ളൊരു ദിവസമാവാനും ചാൻസ് ഉണ്ട്. കംപ്ലീറ്റ്ലി ഡിപ്പെൻസ് മോർണിംഗ് എന്ന് ഞാൻ പറയുന്നില്ല. ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയൊക്കെ അനുസരിച്ച് മാറ്റങ്ങൾ വരും. നമ്മൾ ഫ്രഷായി നമ്മൾ സെറ്റായി നിന്നതിന് ശേഷം നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റഡി സെക്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. 5:20 to 6:20 ആണ് ഞാനിവിടെ കൊടുക്കുന്ന സ്റ്റഡി സെക്ഷൻ 1. അപ്പോൾ ഒരു 1 hour നമ്മൾ രാവിലെ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പം ഇവിടെ ടഫായിട്ടുള്ള സബ്ജക്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ തലേ ദിവസം പഠിക്കാൻ മറന്ന സബ്ജക്റ്റോ ട്യൂഷൻ ക്ലാസ്സിലെ സബ്ജക്റ്റോ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അന്ന് എക്സാം ഉള്ളത് ഏതാണോ ആ ഒരു വിഷയവും കൂടെ പഠിക്കാവുന്നതാണ്. അങ്ങനെ ഒരു 6:20 to 6:30 വരെ നിങ്ങൾക്ക് ബ്രേക്കാണ്. ഒരു 10 മിനിറ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ഫോൺ നോക്കരുത്. മോർണിംഗ് തന്നെ ഫോൺ നോക്കി കൊളാക്കിയാൽ പിന്നെ പറയണ്ട, നമ്മുടെ ഡേ ഫുള്ള് പോകും. പ്ലാൻ ചെയ്ത പോലെ ഒന്നും വർക്കാവില്ല. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണേ. 6:30 to 7 AM നമ്മൾ സ്റ്റഡി സെക്ഷൻ 2 കൊടുക്കുകയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ മറന്നുപോയ ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ ഇന്നലെ പഠിച്ചതായാലും നേരത്തെ പഠിച്ചതൊക്കെ നമുക്ക് റിവൈസ് ചെയ്യാനുള്ളൊരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. മോർണിംഗ് നന്നായിട്ട് എഫക്റ്റീവായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു 7 to 8 AM റെഡിയാവാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് നമുക്ക് ഫ്രഷൊക്കെ ആയി റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊന്ന് റിലാക്സ് ചെയ്തിരിക്കുക. അതിനുശേഷം ഒരു 8 to 8:30 ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, ലഞ്ച് ബോക്സ് എടുക്കുക, വാട്ടർ ബോട്ടിൽ എടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ടൈം ടേബിൾ തലേ ദിവസം സെറ്റ് ചെയ്യുക. അപ്പോൾ രാവിലെ എല്ലാം എടുത്തുക്കോ എന്നൊക്കെ നോക്കാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ പലരുടെയും സ്കൂൾ ടൈം വേറെ വേറെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റണം. അപ്പോൾ ഞാനിവിടെ 9:30 to 4 PM ആയിട്ടുള്ള ഒരു ടൈം ടേബിളാണ് സെറ്റ് ചെയ്തത്. അതായത് 9:30 to 4 PM ആണ് സ്കൂൾ ടൈം ആയിട്ടുള്ളത്. അപ്പം നമ്മളെന്തായാലും കറക്റ്റ് 4 PM വിട്ടാൽ കറക്റ്റ് ആ സമയത്തൊന്നും എത്തില്ല. കാരണം നമ്മൾ ലൈൻ ബസ്സിന് വരുന്നവരുണ്ടാവും, അതേപോലെ തന്നെ സ്കൂൾ ബസ്സിന് വരുന്നവരുണ്ടാവും, അങ്ങനെയൊക്കെ ടൈം ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു 4:30 to 5, 4:30 അല്ലെങ്കിൽ ഒരു 5 മണിയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വീട്ടിലെത്തി ജസ്റ്റ് സ്നാക്സൊക്കെ കഴിച്ച് ഇങ്ങനെ വെറുതെ റിലാക്സ് ചെയ്തിട്ട് തന്നെ കുത്തിരിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ വീട്ടിലെത്തുന്നത് അതിനനുസരിച്ച് ഇത് മാറ്റണം. അപ്പോൾ ഞാനിവിടെ 4:30 അല്ലെങ്കിൽ 5 PM ആണ് ഇവിടെ വീട്ടിലെത്തുന്ന കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം 5 to 5:45 നിങ്ങൾക്ക് പ്ലേ ടൈമാണ്. ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണേൽ ചെയ്യാം. ഫോൺ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ജേർണൽ ചെയ്യാൻ ഇഷ്ടമുള്ളത് അങ്ങനെ ചെയ്യാം, ക്രോഷേ ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും സ്റ്റഡി സെക്ഷനിലോട്ടേക്ക് കിടക്കുകയാണ്. 6 PM to ഒരു 7 PM നമ്മൾ സ്റ്റഡി സെക്ഷൻ 3. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരു ഹോംവർക്കിന് വേണ്ടി ഒരു സമയം, ട്യൂഷൻ ഉള്ളവർക്ക് ട്യൂഷന് വേണ്ടി ഒരു സമയം,
അതേപോലെ സ്കൂൾക്ക് വേണ്ടി പഠിക്കാനുള്ള സമയം, അങ്ങനെ നിങ്ങൾ തരം തിരിച്ച് വെക്കുക വെച്ചാൽ നിങ്ങൾക്ക് എന്താ പറയുക എല്ലാം എളുപ്പത്തിൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ 1 മണിക്കൂർ പഠിച്ചതിന് ശേഷം ഒരു 7 to 7:15 PM വരെ നമുക്ക് ബ്രേക്ക് ടൈമാണ്. 15 മിനിറ്റ് നമുക്ക് ബ്രേക്ക് ഉണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഫോൺ നോക്കാണ്ട് തന്നെ നിൽക്കുക. അത് കഴിഞ്ഞ് 7:15 to 8:15 PM വരെ നമ്മൾ സ്റ്റഡി സെക്ഷൻ 4 ആണ്. അപ്പം 4ാമത്തെ സ്റ്റഡി സെക്ഷനാണ് ഇത്. ഈ സമയത്ത് ട്യൂഷൻ ക്ലാസ് ഉള്ളവർ അതിന് വേണ്ടിയിട്ടുള്ള പഠിക്കുക, അതേപോലെ സ്കൂളിലുള്ളവരാച്ചാൽ എന്താ പറയുക സ്കൂളിൽ എടുക്കുന്നത് എന്താണോ അത് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ്സസ് റെഫർ ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഇടയിൽ. 8:15 to 8:45 PM വരെ നിങ്ങൾക്ക് ഡിന്നർ കഴിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഒരു 30 മിനിറ്റ് നമുക്ക് ഡിന്നർ കഴിക്കാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഡിന്നറെല്ലാം കഴിച്ച് വന്ന് കുത്തിരിഞ്ഞിട്ട് എന്താ റിലാക്സ് ചെയ്തിട്ട് അടുത്ത സ്റ്റഡി സെക്ഷൻ തുടങ്ങാൻ വേണ്ടി പോവുക. അപ്പം നമ്മുടെ നെക്സ്റ്റ് സ്റ്റഡി സെക്ഷൻ വരുന്നത് 8:45 to 9:45 PM വരെയാണ്. അപ്പോൾ ഇത് സ്റ്റഡി സെക്ഷൻ 5 ആണ്. ഈ സമയത്ത് സ്കൂളിലേക്കുള്ളതോ ട്യൂഷനിലായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതോ ടഫുള്ളതോ ഏത് സബ്ജക്റ്റ് വേണോ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് പഠിക്കാവുന്നതാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം 9:45 to 10 PM വരെ നമുക്ക് ടൈം ടേബിൾ എടുത്തേക്കാം. ഡയറി എഴുതുന്നവരാച്ചാൽ അങ്ങനെ ചെയ്യാം. ബ്രഷ് ചെയ്യുക, പിന്നെന്താ ഫേസൊക്കെ വാഷ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ചിട്ട് നിങ്ങൾ റിലാക്സ് ചെയ്തിട്ട് 10 മണി കൃത്യത്തിൽ നിങ്ങൾ 10 മണിക്ക് എന്ത് ചെയ്യുക ഉറങ്ങുക. ഈ ഒരു ടൈം ടേബിൾ ഭയങ്കര എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എഴുതിയ അല്ലെങ്കിൽ ഞാനിപ്പോൾ തയ്യാറാക്കിയ ഒരു സ്കൂൾ ടൈം ടേബിൾ അല്ലെങ്കിൽ സ്കൂൾ റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് കൃത്യം 5 മണിക്ക് എണീക്കുക, കൃത്യം 10 മണിക്ക് ഉറങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരു മോട്ടിവേഷൻ കിട്ടും പിന്നും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടും. ഫസ്റ്റൊക്കെ ഇതൊന്ന് ചെയ്ത് സെറ്റാവാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. ബട്ട് പോകെ ഇതൊരു റൊട്ടീനായിട്ട് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന രീതിക്ക് കൊണ്ടുപോകുക വെച്ചാൽ നിങ്ങൾക്ക് എന്താ നല്ലൊരു എഫക്റ്റീവായിട്ട് തന്നെ കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ബെസ്റ്റ് ടൈം ടേബിൾ ആവാൻ വേണ്ടിയിട്ട് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് 7 ഹവേഴ്സോളം സ്ലീപ്പിംഗ് ടൈം വരുന്നുണ്ട്. അതേപോലെ തന്നെ 4 hour and 30 minute നമുക്ക് എന്താ വീട്ടിൽ നിന്ന് തന്നെ സ്റ്റഡി സെക്ഷൻ വരുന്നുണ്ട്. അതായത് രാവിലെ ഒരു 1.5 മണിക്കൂർ, വൈകിട്ട് വന്നിട്ട് 3 മണിക്കൂറോളം നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. പോരാത്തതിന് നമ്മളൊരു 6 to 7 hours തന്നെ സ്കൂളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഇതൊരു നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ടൈം ടേബിളായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്കിനി ഒരു എപ്പിസോഡ് 2 ആയിട്ട് കാണാം. അപ്പോൾ എപ്പിസോഡ് 2 എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ഈ ഒരു സ്റ്റഡീസിലൂടെ പ്രൊഡക്ടിവിറ്റി, ഹാബിറ്റ്, സ്റ്റഡീസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് എഫക്റ്റീവ് ആക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഇതാണ് ഗൈസ്. ഓൾ ദ ബെസ്റ്റ് ഇയേഴ്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. ബാക്ക് ടു സ്കൂൾ സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു സെക്കൻഡ് എപ്പിസോഡായിട്ട് കാണാം. അതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള 2 ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് മീ പ്ലസും അതേപോലെ തന്നെ വേറൊന്ന് അലാർമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണേ. മീ പ്ലസ് എന്ന ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഡെയിലി റൊട്ടീനും കാര്യങ്ങളും ടാസ്കും ഒക്കെ നമുക്ക് ഒന്ന് ഓർഗനൈസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ കണ്ടോ നമ്മൾ കുറച്ച് ടാസ്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ടിക്കറ്റ് കൊടുത്താൽ നമ്മൾ എന്താ പറയുക നമ്മളായ ടാസ്ക് കഴിഞ്ഞ് എന്നാണ് അർത്ഥം. അപ്പോൾ പുതിയ ടാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് കളർ മാറ്റാം. അവിടെ ഒരു പ്ലസ് ചിഹ്നമുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് പുതിയ ടാസ്ക് നിങ്ങൾക്ക് സെറ്റ് ആക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റഡി ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ടിക്ക് ചെയ്യുക. നമുക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക, വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലൈഡ് ചെയ്തിട്ട് ഡിലീറ്റ് ആക്കാനുള്ള ഓപ്ഷനുണ്ട്. ഒരുപാട് ചലഞ്ചസ്, പിന്നെ നമുക്ക് കുറേ വീഡിയോസ് ഉണ്ട്. അതേപോലെ തന്നെ ലൈബ്രറി, നമുക്ക് എന്തൊക്കെ ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ കലണ്ടർ, മൂഡ് ട്രാക്കർ, അങ്ങനെ ഒരുപാട് സംഭവം ഇതിലുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ അറിയാമായിരിക്കും. അടുത്തത് അലാർമി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. ഇത് അലാറം വെക്കാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 5 മണിക്ക് ഇവിടെ അലാറം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വാൾപേപ്പറായിട്ട് ഒരുപാട് വാൾപേപ്പേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ചില വാൾപേപ്പേഴ്സിന് കുറേ സൗണ്ടും കാര്യങ്ങളും ഉണ്ട്. ഇതിപ്പോൾ വൈക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൗണ്ട് ഇല്ലാത്തതുണ്ട്. അപ്പോൾ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത്, സൗണ്ട് ഇല്ലാത്തതാണ് അത്. അപ്പോൾ ഇതിന് നമുക്ക് പിന്നെ അലാറത്തിൻ്റെ സൗണ്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് റിംഗ് ടോൺ ഇല്ലേ, അപ്പോൾ അതാണ് നമുക്കിത് സെലക്ട് ചെയ്യാനുള്ളത്. ഒരുപാട് റിംഗ് ടോൺ ഉണ്ട്. അപ്പം ഞാൻ കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഒന്നാണ് എടുത്തത്. ഞാൻ ഡിജിറ്റൽ അലാറം ക്ലോക്കാണ് എടുത്തത്. പിന്നെ വേക്കപ്പ് മെഷീനാണ്. അപ്പോൾ അത് ഞാൻ മാക്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. കാരണം രാവിലെ തന്നെ മാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധി കൂടുകയും ചെയ്യും. അതേപോലെ തന്നെ പെട്ടെന്ന് എണീക്കാനും ഒക്കെ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. അവിടെ ഒരുപാട് മെഷീൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടോ അറിയില്ല, കാരണം ഇവിടെ മഴ പെയ്യാണ്. അതുകൊണ്ട് അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട്
ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും. ഇങ്ങനെയാണ് ഞാൻ അലാറം സെറ്റ് ചെയ്യാറ്. അലാറം സെറ്റ് ചെയ്തിട്ട് അലാറം അടിക്കുന്ന ഞാൻ കാണിച്ചുതരാം. ഇതേപോലെ ആയിരിക്കും അടിക്കുക. ഇതിൻ്റെ സൗണ്ട് ഞാൻ മ്യൂട്ടാക്കി വെച്ചതാണ്. അലാറം അടിച്ചോടെ സ്റ്റാർട്ട് മിഷൻ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മാത്സ് പ്രോബ്ലം ആണോ നിങ്ങൾ എടുത്ത് വെച്ചാൽ അത് ചെയ്യാം. ഏത് മിഷനാണോ എടുത്ത് അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ സൗണ്ട് ഓഫ് ആക്കാൻ പറ്റൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. സോ ഗായ്സ്, വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരാം. അതിന് മുന്നേ എപ്പിസോഡ് 2 നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്ക് ടു സ്കൂൾ സീരീസ് എപ്പിസോഡ് 2 ആയിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ വൈഗ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.